സ്വാമിയെ ശരണം അയ്യപ്പ. ശബരിമല വിശേഷങ്ങൾ വിശേഷത്തിലുപരി വിരോധാഭാസങ്ങളാണ്. സൗഹൃദ മീഡിയ ശബരിമല വിശേഷങ്ങളെ കുറിച്ച് പറയുമ്പോൾ വിരോധാഭാസം എന്ന് തോന്നിപ്പോവാണ്. VIP-കൾക്ക് പ്രത്യേക ദർശന സൗകര്യം ശബരിമല ജീവനക്കാർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ശബരിമല ജീവനക്കാർ പ്രത്യേക സൗകര്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് അങ്ങനെ കൊടുക്കാൻ പാടുണ്ടോ? അയ്യപ്പൻ്റെ മുന്നിൽ എല്ലാവരും സമന്മാരല്ലേ? ശബരിമലയിലുള്ള വരുമാനം ആരുടെ ഭാഗത്തു നിന്നാണ് വരുമാനം വരുന്നത്? ആണ്ടിൽ 4 പ്രാവശ്യമുള്ള ഒരു ദർശനത്തിന് വരുന്ന VIP-കളിൽ നിന്ന് മാത്രമാണോ? അനേക കോടി ഭക്തർ നമ്മുടെ സംസ്ഥാനം ഇതര സംസ്ഥാനത്തു നിന്നൊക്കെ വന്നിട്ടല്ലേ അവിടെ എത്ര കണ്ട് കോടിക്കണക്കിന് രൂപയുടെ വരുമാനം ശ്രദ്ധിക്കുന്നത്? അത്ര കണ്ടെങ്കിലും ദേവസ്വം ബോർഡ് ജീവനക്കാരൊന്ന് ചിന്തിക്കേണ്ടതായിരുന്നില്ലേ? ഹരിവരാസനം പാടി നടയടയ്ക്കുന്ന ദൃശ്യം TV-യിൽ നമ്മൾക്ക് ഏവർക്കും കാണാൻ സാധിക്കും. ഒരു 11 മണിയാവുന്നതിൻ്റെ മുൻപായിട്ട് TV തുറന്നാൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്താണ് ആ കാഴ്ച? വളരെ ശ്രമകരമായി ചെറിയ കുട്ടികളും മുതിർന്ന ആളുകളും 18-ാം പടി ഇങ്ങനെ കയറി വരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ അങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വലിച്ച് എടുക്കുന്ന പോലെയാണ് അവരെന്നെ കയറ്റി വിടുന്നത്. അതിനൊരു കാരണം എന്താ പറയുക? ദർശന സമയം അവസാനിക്കാറായി, ഹരിവരാസനം പാടി അയ്യപ്പനെ ഉറക്കാനുള്ള സമയമായി എന്ന് പറയുന്നത്. അതങ്ങനെയാണെങ്കിലും അതല്ലാത്ത സമയങ്ങളിലും ഭക്തരോടുള്ള ഒരു കാഴ്ചപ്പാട് ഇത്തരുണത്തിലാണ്. ആ ഒരു സമീപനം മാറ്റേണ്ടതല്ലേ? ഈ അടുത്ത് ഒരു VIP ദർശനം ഉണ്ടായി. പേരെടുത്ത് ഒരു നടനാണ്, പേരെടുത്ത് പറയാൻ സൗഹൃദ മീഡിയ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതിനോടനുബന്ധിച്ച് കോടതിയിലൊരു പരാമർശം ചെന്നപ്പോൾ കോടതിയിലൊരു വിധി വന്നിട്ടുണ്ട്. എല്ലാവർക്കും സന്നിധാനത്ത്, അതായത് ശ്രീകോവിലിൻ്റെ മുൻഭാഗത്ത് എല്ലാവർക്കും ദർശന സൗകര്യം ഒരേപോലെ കൊടുക്കണം എന്നുള്ളതാണ്. ഭക്തിക്ക് അങ്ങനെ VIP-യോ സാധാരണക്കാരനൊന്നുമില്ല, എല്ലാവരും സമന്മാരാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടി സൗഹൃദ മീഡിയ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ, അനേക കോടി ഭക്തർ അയ്യപ്പ ദർശനം നടത്തിയിട്ട് പോകുന്നുണ്ട്. മണ്ഡലം, മകരവിളക്ക്, വിഷുക്കണി ഈ 3 സീസണുകളായിട്ട്. എന്നതിന് ശേഷം അവിടെ ഒരു ദേവപ്രശ്നം വെച്ചാൽ വിരലിലെണ്ണാവുന്ന ആളുകൾ, 1-2 ആൾക്കാർക്ക് മാത്രമേ അയ്യപ്പൻ്റെ ദർശനം ലഭിക്കുന്നുള്ളൂ. ബാക്കി അനേക കോടി ജനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? അയ്യപ്പനെ അങ്ങോട്ട് ദർശിക്കുന്നു. അയ്യപ്പൻ്റെ ദർശനം 1-2 പേർക്ക് മാത്രം. അതാരാ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ തിരക്കൊന്നും അവിടെ ഉണ്ടാവില്ല. പക്ഷേ അതറിയില്ല, അറിയിക്കില്ല. അതറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ തിരക്കുണ്ടാവില്ല. പോകുന്ന നമ്മളെല്ലാവരും നമ്മളേനെ അയ്യപ്പൻ ദർശിച്ചു എന്നുള്ളൊരു സൗഭാഗ്യമാണ്, അല്ലെങ്കിൽ ഒരു സന്തോഷമാണ്, നമുക്ക് ഒരു സായുജ്യ അടയലാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അതങ്ങനെയല്ല. കൃത്യമായിട്ടുള്ള വ്രതവും അനുഷ്ഠാനവും തത്വമസി ഉൾക്കൊണ്ടുകൊണ്ട് വരുന്ന ഭക്തന് മാത്രമേ അയ്യപ്പൻ്റെ ദർശനം സാധ്യമാവൂ. തർക്കമില്ലാത്ത കാര്യമാണത്. അത് ഞാനോ നിങ്ങളോ ആരോ ആയിക്കോട്ടെ, ആർക്കാണത് അങ്ങനെ സാധിക്കുക? തത്വമസി രൂപത്തിൽ ക്ഷേത്ര ദർശനത്തിന് ആർക്ക് സാധിക്കും? അദ്ദേഹത്തിന് അയ്യപ്പൻ്റെ ദർശനം കൃത്യമായി ലഭിച്ചിരിക്കും, തർക്കമില്ല. അപ്പോൾ ഇത്തരം അനാസ്ഥകളായ കാര്യങ്ങൾ ശബരിമല എന്നല്ല മറ്റ് ശ്രേഷ്ഠമായ ക്ഷേത്രങ്ങളിലും നടന്നു വരുന്നുണ്ട്. അതിനൊക്കെ ഒരു അറുതി വരുത്തേണ്ടതാണ്. അപ്പോൾ ഇന്ന് ഇത്തരമൊരു കാര്യം സൗഹൃദ മീഡിയ എല്ലാവർക്കും മുന്നിലും സമർപ്പിക്കുകയാണ്. സ്വാമിയെ ശരണം അയ്യപ്പ.